98-ൽ 98 ഡിസംബർ 27 ഡിസംബർ 27 മെനസിസ് മലബാറിലേക്ക് തിരിക്കുന്നത്. അദ്ദേഹം തിരിക്കുന്നത് ഒരു വലിയ സന്നാഹത്തോടെയാണ്. അനേകം ബോട്ടുകളും അനേകം മച്ചുവ എന്ന് കൊച്ചിക്കാരൊക്കെ പറയുന്ന ഒരു സ്പീഡ് ബോട്ട് പോലത്തെ മച്ചുവ, ഒരു അർമാഡ, ഒരു യുദ്ധത്തിന് സന്നാഹം കൂട്ടിയതുപോലെ അനേകം ബോട്ടുകളുടെ അകമ്പടിയോടെ അദ്ദേഹം തിരിച്ചതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം അവിടെ പോരുന്ന വഴിക്ക് കുഞ്ഞാലിമരക്കാരെ, കോഴിക്കോട്ട് ഇറങ്ങി കുഞ്ഞാലിമരക്കാരെ തോപ്പിക്കണം. അയാളോട് പണ്ടേ പോർച്ചുഗീസുകാർക്ക് ഭയങ്കര വൈരാഗ്യമുണ്ടായിരുന്നു. കാരണം അയാൾ പോർച്ചുഗീസുകാരുടെ പല കപ്പലുകളും പിടിച്ചെടുക്കുന്ന കടൽ കൊള്ളക്കാരനാണെന്നാണ് അവര് വിവക്ഷിച്ചിരുന്നത്. അത് രണ്ടാമത്തേത്. അതിനുശേഷം നേരെ കേരളത്തിലേക്ക് വന്ന് സുറിയാനിക്കാരെ റോമിന്റെ കാൽപാദത്തിന് കീഴെയാക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ എഴുതപ്പെട്ട ഒരു നിശ്ചയം. അങ്ങനെ ജാനുവരി 26 1599 അദ്ദേഹം അവിടെ എത്തി. പിന്നെ അപ്പോ ജനുവരി തൊട്ട് ജൂൺ 20 സുന്നഹദോസ് കൂടുന്നത് വരെയുള്ള 6 മാസം ഇദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? അവിടെയാണ് രസം. അദ്ദേഹം ഒരു 100-150 പട്ടാളക്കാരോടുകൂടി അദ്ദേഹത്തിന്റെ തന്നെ മച്ചുവായി, അതായത് പായ കെട്ടിയ തണ്ട് വലിക്കുന്ന ബോട്ട്, യോട്ട് എന്നല്ലേ എന്ന് ഇംഗ്ലീഷ് പറയുന്നത്. അദ്ദേഹം ആദ്യമേ കൊച്ചി രാജാവിനോട് പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്തുള്ള ക്രിസ്ത്യാനികളെയൊക്കെ ഞാൻ സന്ദർശിക്കുകയാണ്, അവരെ സത്യമായ ക്രിസ്തു സഭയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സത്യപാതയിൽ നിന്നും അവർ വ്യതിചലിച്ചു പോയതിൽ അവരെ തിരുത്തുവാനും അവരെ നേർവഴിക്ക് കൊണ്ടുവരുവാനുമാണ് എൻ്റെ ഉദ്ദേശം. അപ്പൊ രാജാവിനോട് പിന്നത്തെ വാചകം പറഞ്ഞത്, ഇതിന് എനിക്ക് വേണ്ട സകല സഹായങ്ങളും നിങ്ങൾ ചെയ്തു തരണം. രാജാവ് അല്പം ശങ്കിച്ചു. ഉടനെ രാജാവിന് കോഴ കൊടുത്ത് രാജാവിനെ വശത്താക്കി. രാജാവ് ചോദിച്ച പൊളിറ്റിക്കൽ ഫേവേഴ്സ് എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അങ്ങനെ അന്നത്തെ ആ മലങ്കരയിലെ അർക്കദിയാക്കോന്റെ പേര് ഗീവർഗീസ് എന്നായിരുന്നു, കുരിശിങ്കൽ ഗീവർഗീസ്. ഇത് പോർച്ചുഗീസുകാരുടെ ചരിത്രങ്ങളിലും മലയാളത്തിൽ എഴുതപ്പെട്ട സീറോ മലബാറുകാരുടെ ചരിത്രങ്ങളിലുമൊക്കെ ഇദ്ദേഹത്തെ വിചിത്രമായി ജോർജ് ഓഫ് ദ ക്രോസ്, കുരിശിന്റെ ഗീവർഗീസ്. അത് നമ്മൾ നോക്കി, ഇതെന്താ ഇങ്ങനെ വിചിത്രമായ ഒരു മലയാളം പേര്? അത് മലയാള ഭാഷയിൽ വെറുതെ ഒരു കുടുംബ പേരാണ് കുരിശിങ്കൽ, അല്ലെങ്കിൽ ഒരു വീട്ടുപേരാണ്. കുരിശിങ്കൽ ഗീവർഗീസ് എന്നായിരുന്നു അർക്കദിയാക്കോന്റെ പേര്. അർക്കദിയാക്കോനെ തന്റെ മുൻപിൽ വന്ന് മുഖം കാണിക്കുവാൻ മെനസിസ് ആവശ്യപ്പെട്ടു. അർക്കദിയാക്കോൻ ചെയ്തത് യാതൊരു മറുപടിയും കൊടുത്തില്ല. വരാമെന്നും പറഞ്ഞില്ല. അവസാനം മെനസിസ് രണ്ടാമതൊരു കത്തയച്ചു. അതിനകത്ത് വാഗ്ദത്തങ്ങൾ കൊടുത്തു. നിനക്ക് ദേഹോപദ്രവം ഒന്നും ഏൽക്കില്ല, നിനക്ക് സേഫായിട്ട് യാതൊരു ആപത്തും കൂടാതെ എന്നെ വന്ന് കണ്ടിട്ട് പോകാം, നീ ഭയപ്പെടേണ്ട, തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അർക്കദിയാക്കോൻ കുരിശിങ്കൽ ജോർജ്, എന്താണ് അദ്ദേഹവും ചെയ്തത്? അദ്ദേഹവും സമുദായത്തിന്റെ പ്രധാനിയായ ആളായിരുന്നു. അതുവരെ മലങ്കരക്കാർക്ക് മെത്രാപ്പൊലിത്ത ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വന്നത് 3000 യുദ്ധധാരികളായ യോദ്ധാക്കളായ പണിക്കരോടുകൂടിയായിരുന്നു ആർച്ച് ബിഷപ്പിനെ കാണാൻ കൊച്ചിയിലേക്ക് വന്നത്. 3000 ആയുധധാരികളായ പണിക്കർ എന്ന് തന്നെ എടുത്തു പറയുന്നത്. അവരെല്ലാവരും അർക്കദിയാക്കോനോട് അവരുടെ ജീവൻ കൊടുത്തുവരെയും അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന വാഗ്ദത്തം എടുത്ത്, അങ്ങനെ ഒരു ചാവേറ് പോലെ, ചാവേർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് തന്നെയാണ് അർത്ഥം. ഞാൻ തങ്ങളുടെ ജീവൻ കൊടുത്ത് അദ്ദേഹത്തെ രക്ഷിച്ചു കൊള്ളാമെന്ന് ശപഥം ചെയ്തവരായിരുന്നു. എനിവേ, അതുകൊണ്ട് ഇത് അന്നേരം തന്നെ മെനസിസ് അറിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹവും വളരെ സൂക്ഷിച്ചായിരുന്നു. അവര് ഈ 3000 പേരും ഊരിപ്പിടിച്ച വാളുമായിട്ട് അർക്കദിയാക്കോന്റെ 2 സൈഡിലും നിന്ന് അവര് മെനസിസിന്റെ മുറിയിലോട്ട് കയറി. അപ്പോൾ അവരെ പുറത്ത് തടഞ്ഞു നിർത്താൻ അവര് ശ്രമിച്ചു. അവര് കൂട്ടാക്കിയില്ല. അർക്കദിയാക്കോൻ കയറുന്നിടത്ത് ഞങ്ങൾ കയറുമെന്ന് പറഞ്ഞ് എരച്ചു കയറി. അവര് 2 സൈഡിലും നിന്നു. അവരുടെ മുഖഭാവവും അവരുടെ എണ്ണമൊക്കെ കണ്ടപ്പോൾ മെനസിസ് വളരെ നയത്തോടുകൂടി
അർക്കദിയാക്കോനോട് സംസാരിച്ചു. പക്ഷേ അതേ സമയത്ത് സുറിയാനിക്കാരായ ജനങ്ങൾ ഈ ഗേറ്റിന്റെ പുറത്ത് 10,000-കണക്കിന് തടിച്ചുകൂടിയിരുന്നു. അവരുടെ ബഹളം കേട്ടതുകൊണ്ടും കൂടെ മെനസീസിന് കോപാകുലനായി. അതുകൊണ്ട് ഏതായാലും ഈ രണ്ടു കൂട്ടരോടും ശക്തി പരീക്ഷണത്തിന് തയ്യാറാകുന്നത് ബുദ്ധിമോശമാണെന്ന് കണ്ട് അദ്ദേഹം പെട്ടെന്ന് ഈ മീറ്റിംഗ് അവസാനിപ്പിച്ചു, തിരികെ പൊക്കോളാൻ പറഞ്ഞു. പിന്നത്തെ നടപടി ഇദ്ദേഹത്തെ വൈപ്പിൻകോട്ടയിലെ ജെസുയിറ്റ് കോളേജ് ഉണ്ട്, ഈ ജെസുയിറ്റുകൾ ആദ്യമേ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞ ആ കോളേജിലേക്ക് വരുത്തിച്ചു. അവിടെയും അർക്കദിയാക്കോൻ പോകാൻ നിർബന്ധിതനായി. കാരണം രാജാവിന്റെ ദൂതന്റെ കൂടെയാണ് ഇവർ വന്നത്, എഴുത്തുമായിട്ട് വന്നത്. അതുകൊണ്ട് അർക്കദിയാക്കോൻ ചെല്ലേണ്ടി വന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ മട്ടുമാറി. മെനസീസ് പൂർണ്ണമായ അംശവസ്ത്രങ്ങളെല്ലാം ധരിച്ച് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ ഇരുന്ന് ആണ് സ്വീകരിച്ചത്. മെനസീസിന്റെ ആദ്യത്തെ വാചകം, വാതിലിൽ കൂടി അല്ലാതെ കയറുന്നവൻ ആടുകളുടെ ഇടയനായിരിക്കില്ല, അവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു എന്ന വാചകം പറഞ്ഞു. എന്നിട്ട് തന്നെത്താനെ പറഞ്ഞു, ഞാനാണ് പോപ്പിന്റെ നിയുക്തനായി വന്നിരിക്കുന്നവൻ. പോപ്പ് മാത്രമാണ്, റോമയിലെ പോപ്പ് മാത്രമാണ് ക്രിസ്തുവിന്റെ ശരിയായ വികാരി, ഈ ഭൂലോകത്തിലെ വികാരി. മാർപ്പാപ്പായുടെ കീഴിലല്ലാത്ത എല്ലാവരും കള്ളന്മാരും കൊലപാതകരുമാണ്, ആടുകളെ കൊല്ലുന്നവരാണ് എന്നുള്ള വാചകം മെനസീസ് ഇദ്ദേഹത്തോട് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ ഓർക്കണം. മെനസീസ് പോർച്ചുഗീസ് ഭാഷയിലോ അല്ലെങ്കിൽ ലത്തീൻ ഭാഷയിലോ സംസാരിക്കും. അർക്കദിയാക്കോനും മറ്റ് സുറിയാനിക്കാരും മലയാളത്തിൽ മറുപടി പറയും. ഇതിനെല്ലാം തർജ്ജമ ചെയ്യാൻ ഇന്റർപ്രിറ്റേഴ്സും അടുത്ത് കൂട്ടിയിട്ടുണ്ട്. എനിവേ, ഈ പൊന്തിഫിക്കൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ പ്രവേശിക്കാത്തവൻ എന്നെല്ലാം പറഞ്ഞപ്പോൾ അർക്കദിയാക്കോന് അരിശമായി. അദ്ദേഹവും പറഞ്ഞു, ഞങ്ങള് സത്യസുറിയാനിക്കാരാണ്, ഞങ്ങൾ സത്യ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹവും അല്പം ശങ്കിച്ചു. അദ്ദേഹം നിശ്ചയിച്ചത് അനുസരിക്കുന്നതായി നടിക്കുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. മെനസീസിന്റെ അടുത്ത വാചകം, മുഴുവൻ സഭയെയും അവരുടെ പാപങ്ങളിൽ നിന്ന് സ്ഥിരീകരിച്ച് ശുദ്ധീകരണ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള നീണ്ട പ്രഭാഷണം നടത്തിയിട്ട് പറഞ്ഞു, ഇതെല്ലാം നീ അംഗീകരിക്കണം. ഇത് ഒരു നിവൃത്തിയില്ലാതെ തിരസ്കരിക്കാൻ പറ്റാതെയും, കാരണം വൈപ്പിൻകോട്ടയിലെ അവരുടെ സെമിനാരിയിലാണ് നിൽക്കുന്നത്, തൻ്റെ പടയാളികൾ കൂടെ ഇല്ല. അർക്കദിയാക്കോൻ ഒന്നും മിണ്ടാതെ തിരികെ പോന്നു. അത് കഴിഞ്ഞ് ഒരു മാറ്റം മെനസീസ് എടുത്തു. അവരുടെ പള്ളിയിൽ പോയി. അദ്ദേഹം നേരെ പോയത് ഉദയംപേരൂരെ അവരുടെ സുറിയാനിക്കാരുടെ പള്ളിയിലേക്ക് ചെന്ന് രാവിലെയും വൈകുന്നേരവും ആരാധനയിൽ സംബന്ധിച്ചു. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വലിയൊരു പ്രസംഗം നടത്തിയത്. അദ്ദേഹം ഭയങ്കര കോപാകുലനായി എന്നാ പറയുന്നത്. ഇനി ഇത് ഞാൻ സഹിക്കില്ല, ബാബിലോണിലെ പാത്രിയർക്കീസ് ഭിന്നിപ്പുകാരനും വേദവിപരീതമാണെന്ന് പ്രഖ്യാപിച്ചു. വിട്ടുവീഴ്ച ചെയ്യുവാൻ ഇനി ഞാൻ വിസമ്മതിക്കുന്നു. ഇത് നടപ്പാക്കാൻ കൂടുതൽ ശക്തി ലഭിക്കുന്നത് വരെ ഈശോ സഭക്കാർ സംയമനം പാലിക്കുവാൻ കേരളത്തിലുള്ള പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ ഉപദേശിക്കുന്നു. എന്നാൽ അത് അവഗണിച്ച് ഈ അചഞ്ചലമായി ഈ അഗ്രസീവ് കോപാകുലമായ ആ ആറ്റിറ്റ്യൂഡ് തുടരുന്നു. അപ്പൊ ഇതിന് ഒരു പ്രതികാരം ചെയ്യുന്നത് പോലെ ആർച്ച് ഡീക്കനും പുരോഹിതന്മാരും ഒപ്പം തന്റെ സ്വകാര്യ മുറിയിൽ വിളിച്ചു കയറ്റി. അവിടെ വിളിച്ചു കയറ്റിയിട്ട് അവിടെ ഒരു തർക്കത്തിന് മെനസീസ് രംഗമൊരുക്കി. അദ്ദേഹം എടുത്തിട്ട വിഷയം ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലെ സ്വഭാവമായിരുന്നു. ഭൂമിയിലെ സഭയുടെ തലവൻ മാർപ്പാപ്പായാകുന്നു, പാത്രിയർക്കീസ് വേദവിപരീതിയും ഭിന്നിപ്പുകാരനുമാകുന്നു എന്നെല്ലാം ലാറ്റിനിൽ പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ പറയുന്നു രണ്ട് സ്വഭാവം, നിങ്ങൾ പറയുന്നു ക്രിസ്തുവിൽ മനുഷ്യ സ്വഭാവം മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിൽ മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും ഒരുമിച്ചുണ്ടായിരുന്നു.
ഇത് കേട്ടതോടെ അർക്കദിയാക്കോൻ സ്തംഭിച്ചു നിന്നുപോയി. അപ്പോൾ മനസ്സിലായി ഇത് ഡോക്ട്രൈനൽ ആർഗ്യുമെന്റേഷൻ ആണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ അടുത്ത കുറെ ദിവസങ്ങളിലേക്കുള്ള സംഭവങ്ങൾ ഇതുപോലെ പല പള്ളികളിലും മെനസിസ് ഒരു ക്ഷണനവും കൂടാതെ ഇടിച്ചു കയറി ചെന്നു. പറവൂർ പള്ളിയില്, കണ്ടനാട്ടെ പള്ളിയില്, ഇങ്ങനെ പല പള്ളികളിൽ ഇടിച്ചു കയറി ചെന്ന് ജനങ്ങളെല്ലാം അവിടുന്ന് ഓടിപ്പോയി അദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ കൂട്ടാക്കിയില്ല. അങ്ങനെയുള്ള പല സംഭവങ്ങളും അടുത്ത മാസങ്ങളിൽ നടന്നു. പക്ഷേ ഈ വിഷയം എടുത്തിട്ടതോടുകൂടി അർക്കദിയാക്കോൻ വളരെ ഇന്നസെന്റ് ആയിട്ട്, എങ്കിൽ അങ്ങനെ ഒരു സുന്നഹദോസ് നിങ്ങൾ വിളിച്ചു കൂട്ടാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞുവല്ലോ, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അവിടെയാണ് തെറ്റിപ്പോയത് അർക്കദിയാക്കോന്. കാരണം അതൊരു വെറുതെ ഒരു ഒഴിവ് കഴിവായിരുന്നു. ഇദ്ദേഹം മെനസീസ് നിശ്ചയിച്ചിരുന്നത് ബലമായി സുറിയാനിക്കാരെ അടിച്ച് കത്തോലിക്ക സഭയിലെ റോമാ പാപ്പായ്ക്ക് കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു. കാരണം ഡോക്ട്രൈനൽ ഇതുപോലത്തെ ക്രിസ്റ്റലോജിക്കൽ ഡോക്ട്രൈൻ ഒന്നും ഉദയംപേരൂർ സുന്നഹദോസിൽ ചർച്ച ചെയ്തില്ല. ഇവിടെ മാർപ്പാപ്പായെ ഒരിക്കലും അംഗീകരിക്കില്ല ആർച്ച് ഈ സമയത്ത് ഒരവസരത്തിൽ മെനസീസ് പറയുന്നുണ്ട്, നിങ്ങളുടെ പാത്രീർക്കീസിനെ ഞാൻ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന്. അത് കേട്ടപ്പോൾ ക്രിസ്ത്യാനികളെല്ലാം അവര് കലാപം ഉണ്ടാകുന്ന പോലെയായി. ആർച്ച് ഡീക്കനെ അവര് ചുറ്റി വളഞ്ഞ് ഇങ്ങനെ നീ സമ്മതിച്ചു കൊടുത്തത് എന്ത്? കാരണം സമ്മതിച്ചു കൊടുക്കാൻ ഒരു കാരണം പാത്രീർക്കീസിനെ തള്ളി പറഞ്ഞുകൊണ്ടും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടുമുള്ള മാർപ്പാപ്പായോട് കൂറ് പ്രഖ്യാപിക്കുന്നത് കൊണ്ടുമുള്ള ഒരു പേപ്പർ തയ്യാറാക്കി ഈ വൈപ്പിൻകോട്ടയിൽ വെച്ച് അർക്കദിയാക്കോനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. അതും നിർബന്ധിച്ച് അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ അവസാനം അർക്കദിയാക്കോനും 2 അച്ഛന്മാരും കൂടി അതിൽ ഒപ്പുവെക്കേണ്ടി വന്നു. മെനസീസ് ഉടനെ ചെയ്തത് ഈ ഒപ്പുവെച്ച കടലാസ് പള്ളിയുടെ സുറിയാനിക്കാരുടെ പള്ളിയുടെ മുമ്പിലും ഈ വൈപ്പിൻകോട്ട സെമിനാരിയുടെ മുമ്പിലും എല്ലാം ഒട്ടിച്ചു വെച്ചു. അപ്പോൾ അവര് വെപ്രാളപ്പെട്ട് അവരുടെ ജീവനും കൊണ്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. ഒരു വാക്ക് പോലും പറയാൻ അവരെ സമ്മതിച്ചുമില്ല. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ ഈ കടലാസ് കണ്ടതോടെ ക്ഷുഭിതരായി അർക്കദിയാക്കോനെ വളഞ്ഞു. അർക്കദിയാക്കോൻ പറഞ്ഞത്, തൽക്കാലം നിങ്ങൾ ക്ഷമിക്കുക, കാരണം അപകടം വരുമെന്ന് അദ്ദേഹത്തിന് ഒരു ലാഞ്ചന ബോധമുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വരക്ഷാർത്ഥവും ജനങ്ങളുടെ രക്ഷാർത്ഥവും അദ്ദേഹം വളരെ നയപരമായി കുരിശിങ്കൽ ജോർജ് എന്ന് പറയുന്ന അർക്കദിയാക്കോൻ ജനങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന പോലെയാണ് പാഞ്ഞടുത്തത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു ശാന്തമായിരിക്കുക, ആ നയമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. ഇത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുന്നു, ഇത് നടനത്തിനുള്ള സമയമാണ്, പ്രതികാരത്തിനുള്ളതല്ല. അതായത് നമ്മൾക്ക് വി വിൽ പ്രിറ്റൻഡ്, നമുക്ക് ഇതങ്ങോട്ട് നടിച്ചു പോകാം. പക്ഷേ മാർപ്പാപ്പായെ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും അദ്ദേഹത്തിന് വേണ്ടി തങ്ങളുടെ മതം ഉപേക്ഷിക്കില്ലെന്നും ആളുകൾ അർക്കദിയാക്കോന് ചുറ്റും നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ച് ആണയിട്ടു. പക്ഷേ അർക്കദിയാക്കോൻ അവരെ ആശ്വസിപ്പിച്ചത് ക്രോധം മാറ്റിവെച്ച് തൽക്കാലം ഒന്നും ചെയ്യരുത്, അതാണ് ബുദ്ധി, ശാന്തമായിരിക്കുക എന്ന് പറഞ്ഞു. അവസാനം മെനസീസ് ചെയ്തത്, പിന്നെ പറവൂർ പള്ളിയിൽ പോയതൊക്കെ ഇതിന് ശേഷമാണ്, ഫെബ്രുവരി മാസത്തില്. പിന്നെ മങ്ങാട്ട് പള്ളിയിൽ പോകുന്നു. ഇതിനെല്ലാം ശേഷം മെനസീസ് ഈ അർക്കദിയാക്കോനെ വീണ്ടും വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സുന്നഹദോസ് വിളിച്ചു കൂട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി കത്തുകൾ ഞാൻ എല്ലാം തയ്യാറാക്കിയിട്ട് അർക്കദിയാക്കോനുമായി സംസാരിക്കൂ. അപ്പോൾ ഇവിടെ ഒപ്പിടുക, എന്നിട്ട് എല്ലാ പള്ളികൾക്കും ഞാൻ ഈ കത്തുകൾ അയക്കുന്നു. എല്ലാ പള്ളിയിൽ നിന്നും 4 അൽമായക്കാരായ പ്രതിനിധികളും വികാരി അച്ഛനും വന്നു ചേരണമെന്നായിരുന്നു അതിനകത്തെ നിർദ്ദേശം. പക്ഷേ ഇതിനും കൊച്ചി രാജാവ് ഇത് തടയാൻ ശ്രമിച്ചു. അവസാനം
മെനസീസ് രാജാവിനെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് രാജാവിന്റെ സമ്മതത്തോടെ പടയാളികളുടെ അകമ്പടിയോടെയാണ് ഈ എഴുത്തുകൾ എല്ലായിടത്തും കൊണ്ടുപോയത്. പാത്രിയർക്കീസിനെ കൂടെ കൂടെ ചീത്ത പറയുകയും അവഹേളിക്കുകയും ചെയ്തത് അർക്കദിയാക്കോന് എപ്പോഴും ഒരു പ്രയാസമായിരുന്നു. വളരെ വികാര നിർഭരനായി അദ്ദേഹം പലപ്പോഴും ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ എഴുത്തുകൾ പോയി ഇത് സുന്നഹദോസിനുള്ള സന്നാഹങ്ങൾ കൂട്ടുന്നതിനിടയ്ക്ക് മെനസീസ് നയം മാറ്റി. മെനസീസ് ആ സമയത്താണ് വളരെ പ്രധാനമായ ഒരു നയം മാറ്റം ഉണ്ടാക്കുന്നത്. ആ വർഷത്തെ ഓശാന ഞായറാഴ്ച മെനസീസ് കടുത്തുരുത്തി പള്ളിയിൽ പോയി. ആ പള്ളിക്കാര് അദ്ദേഹം വന്നിട്ട് അവിടെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് അവിടെ കുർബാന നടത്താൻ ശ്രമിച്ചു. സുറിയാനിക്കാർ പറഞ്ഞു, നിങ്ങൾ വേറെ പോയി ചെറിയൊരു പള്ളിയിൽ കൂടെ, ഞങ്ങളുടെ ജനങ്ങൾക്ക് ഈ പള്ളി വേണം. മെനസേസ് അതിന് കൂട്ടാക്കിയില്ല. മെനസേസ് പറഞ്ഞു, നിങ്ങൾ പണം മേടിച്ചുള്ള കുർബാന ഇവിടെ നടത്താൻ ഒക്കുകയില്ല, നിങ്ങൾ ഇറങ്ങിപ്പൊക്കോണം എന്ന് പറഞ്ഞ് അവിടെ വലിയ ശണ്ടയായി. അവസാനം മെനസേസ് അദ്ദേഹത്തിന്റെ ഒരു ആർച്ച് ബിഷപ്പിൻ്റെതായ വസ്ത്രങ്ങളും അദ്ദേഹം ഒരു കൊച്ചിയിലെ ഒരു സെമിനാരിയിൽ നിന്നും ഒരു ക്വയറിനെ കൊണ്ടുവന്നിരുന്നു. അവരുടെ വലിയ പാട്ടും ഉച്ചത്തിലുള്ള കുർബാനയെല്ലാം ആയപ്പോഴേക്കും സുറിയാനിക്കാർക്ക് നിക്കക്കല്ല് ഇല്ലാതായി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത്, കൊച്ചിയിലെ രാജാവ് തന്നെ മെനസീസിനോട് പറഞ്ഞു, ഇതുപോലെ പള്ളികൾ കയറരുത്. ഈ തുറവേലി എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു, കടുത്തുരുത്തിയുടെ ആ ഭാഗമായിരിക്കാമെന്ന് ഞാൻ അനുമാനിക്കുന്നു. തുറവേലി രാജാവ് നോട്ടീസ് അയച്ചു മെനസീസിനോട് ഉത്തരവിട്ടത്, ഈ കരയിൽ നിന്ന് തന്നെ പുറത്തിറങ്ങി പൊക്കോണം, കലാപം ഉണ്ടാക്കുവാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. മെനസീസ് ഉടനെ അദ്ദേഹത്തിന് കോഴ കൊടുത്തയച്ചു. ഞാൻ നിങ്ങളുടെ വലിയ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ വശത്താക്കി. അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് തന്നെ ആ ബുധനാഴ്ച, കഷ്ടാനുഭവാഴ്ചയിലെ ബുധനാഴ്ച മൂറോൻ കൂദാശ ചെയ്യുന്നതിന് സമമായി കത്തോലിക്ക സഭയിൽ ചെയ്യാറുള്ള കോൺസിക്രേറ്റഡ് ഹോളി ഓയിൽസ് എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിരിക്കുന്നത്. അത് മൂറോനാണോ വേറെ എന്തെങ്കിലും തരം ആയിട്ടുള്ള വിശുദ്ധ എണ്ണയാണോ അത് ചെയ്യുന്നു. പിന്നെ അദ്ദേഹം കത്തോലിക്ക രീതിയിൽ വിശുദ്ധ അപ്പം അരളിക്കായിൽ വെച്ച് ജനങ്ങളെ പൊക്കി കാണിക്കുന്നു. അന്നേരമെല്ലാം വലിയ നാടകമാണ്. ഇത് കണ്ടപ്പോൾ ജനങ്ങളോടെല്ലാം അദ്ദേഹം ഉത്തരവിടുന്നുണ്ട്, എല്ലാരും മുട്ടേൽ വീണ് ഇതിനെ നമിക്കണം. സുറിയാനിക്കാർക്ക് ഇതൊന്നും പരിചയമില്ലാത്തതാണ്. പക്ഷേ അവര് ഈ കാഴ്ചകൾ കണ്ട് സ്തംഭിച്ചു. ഈ കാഴ്ചയിൽ അവർ വീണുപോയി. അതോടുകൂടി പിന്നെയും വേറൊരു നാടകം കൂടി ചെയ്തു. ഇതായിരുന്നു അവസാനത്തെ കണ്ണി. ഇത് പെസഹായുടെ തലേദിവസമാണെന്ന് ഓർക്കണം, ഹോളി വെനസ്ഡേ. മെനസീസ് ഈ അംശവസ്ത്രം എല്ലാം അഴിച്ചു മാറ്റി അരയിൽ ഒരു തുണി കെട്ടി അവിടെ മദ്ബഹായിൽ തന്നെ 12 സെമിനാരി വിദ്യാർത്ഥികളെ അച്ഛന്മാരെയും ഇരുത്തി കാല് കഴുകി തുടച്ച് കാലിൽ ചുംബിച്ചു. ഇത് കണ്ടതോടെ ജനങ്ങൾ അത്ഭുത സ്തബ്ധരായി. അവർ മനസ്സിലാക്കി ഇത് വലിയൊരു ദൈവപുരുഷൻ. അവർ ഇത്രയും ദിവസവും ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. അവർ വീണ് ക്ഷമ ചോദിച്ചു അത്രേ. ഞങ്ങള് താങ്കളോട് മല്ലിട്ടതും മറുതലിച്ചതും ക്ഷമിക്കണം. അന്നേരം മെനസീസ് ഒരു അച്ഛനുമായിട്ട് ഒരു തർക്കം ഉണ്ടായി. അവിടെ വെച്ച് തന്നെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. അപ്പൊ മെനസീസ് പറഞ്ഞു, ഈ പ്രാർത്ഥന പുസ്തകത്തിൽ തൊട്ടുകൊണ്ട് നീ ആണഞ്ഞിടണം, നിന്റെ പാത്രിയർക്കീസിനെ തള്ളി പറയുന്നു, പാപ്പായെ സ്വീകരിക്കുന്നു. ആ അച്ഛൻ പറഞ്ഞു, എന്റെ ജീവൻ പോയാലും ഞാനത് ചെയ്യുകയില്ല. മെനസീസ് പറഞ്ഞു, മെനസീസിന്റെ ആളുകൾ അച്ഛനെ തൂക്കിയെടുത്ത് പള്ളിക്ക് പുറത്തോട്ട് എറിഞ്ഞു. മെനസീസ് എന്നിട്ട് വീണ്ടും ഇതുപോലെയുള്ള നാടകങ്ങൾ പള്ളിക്കകത്ത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഇങ്ങനെ ഒരു ഭാഗം ജനങ്ങളെ തൻ്റെ ഒരുമാതിരി നാടകീയമായ കലാചാതുര്യം കൊണ്ടും മനുഷ്യ മനസ്സിന്റെ ചഞ്ചലിക്കാനുള്ള ആ പ്രവണത മനസ്സിലാക്കിക്കൊണ്ടും വളരെയേറെ ധനം കൊണ്ടുവന്ന് നാട്ടുരാജാക്കന്മാരെ പ്രീതിപ്പെടുത്താനും നല്ല വാക്ക് പറഞ്ഞ് സ്വാന്തനപ്പെടുത്താനും വശീകരിക്കാനും ഇങ്ങനെയുള്ള പല കഴിവുകളുള്ള ഒരു മനുഷ്യനായിരുന്നു ഇത്.
അങ്ങനെയാണ് സുന്നഹദോസ് വിളിച്ചുകൂട്ടി. ഈ സുന്നഹദോസിൽ കൂടിയത് 150 150 153 അച്ഛന്മാരും 663 671 അൽമേനികളായ പള്ളി പ്രതിപുരുഷന്മാരുമായിരുന്നു. ഇത് ഉദയംപേരൂർ പള്ളിയുടെ പേര് തന്നെ നമുക്കറിയാവുന്ന, സുറിയാനിക്കാരുടെ ചരിത്രത്തിൽ ആ പള്ളിയുടെ പേര് മാർ സാബോ റഫ്രോത്ത് പള്ളി എന്നായിരുന്നു. 825 കൊല്ലത്ത് വന്ന പിതാക്കന്മാരുടെ പേരായിരുന്നു. ചിലർ ആ പള്ളിയെ കന്തീശ പള്ളി എന്നും വിളിച്ചിരുന്നു. അതിന്റെ അർത്ഥം വിശുദ്ധന്മാരുടെ പള്ളി. ആ പള്ളിയിലാണ് വിളിച്ചുകൂട്ടിയത്. അതിന് കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഉദയംപേരൂരായിരുന്നു രാജകുടുംബത്തിന്റെ ആസ്ഥാനം. അതുകൊണ്ട് അത് തന്നെയല്ല, കൊച്ചി പട്ടണത്തിന്റെ, എറണാകുളത്തിന്റെ തൊട്ടടുത്താണല്ലോ ഉദയംപേരൂർ. അവിടെ വെച്ചായിരുന്നു ഇത്. പള്ളിയുടെ അകത്തും പുറത്തും നിറച്ചു പട്ടാളക്കാര് പള്ളിക്കകത്ത് കൂടിയിരുന്നത്. എന്തെല്ലാം ഉദ്യോഗസ്ഥന്മാരും, സിവിൽ ഉദ്യോഗസ്ഥന്മാരും, സഭയിലെ ഉദ്യോഗസ്ഥന്മാരും, നാട്ടുരാജാക്കന്മാരും, രാജാക്കന്മാരുടെ മന്ത്രിമാരും അവരെ സംരക്ഷിക്കാനുള്ള പടയാളികളും. ഇത് ഈ ജനത്തെ, ഇങ്ങനെയുള്ള പട്ടാളവേഷവും ആയുധധാരികളായ പട്ടാളത്തെയും ഈ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കണ്ട് സുറിയാനിക്കാരായ ഈ 800 ചില്ലുവാനും ജനങ്ങൾ ഭയന്ന് വിറച്ചുപോയി. വിറയലോടെയാണ് ഇവര് പള്ളിക്കകത്തോട്ട് കയറിയത്. ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ പള്ളിയുടെ വാതിക്കൽ ഒരു കോടാലിയും ചാരിയിരുന്നിരുന്നു. അതിന്റെ അർത്ഥം അതായത് അർക്കദിയാക്കോനെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു. കാരണം അർക്കദിയാക്കോനുമായിട്ടുള്ള സംസാരത്തിൽ മെനസീസ് പറഞ്ഞിരുന്നു, നീ ഓർത്തുകൊള്ളുക, മരത്തിന്റെ ചുവട്ടിൽ കോടാലി ഇതാ വെച്ചു കഴിഞ്ഞു എന്ന് ഓർത്തുകൊള്ളുക, ഇതിൽ ഒപ്പിടുക എന്ന് ആദ്യം പറഞ്ഞ ഒരു വാചകമായിരുന്നു. അങ്ങനെയാണ് സുന്നഹദോസ് തുടങ്ങിയത്.